സ്റ്റുഡൻസ്, എല്ലാവർക്കും അച്ചൂസ് മാത്സ് ലോജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിൽ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്റർ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന ടോപ്പിക്കാണ് ഇന്നിവിടെ ഡീൽ ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്, ചാപ്റ്റർ നമ്പർ 6. ഓക്കെ, അപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ട്രയാങ്കിളിൻ്റെ കൺസ്ട്രക്ഷനാണ്. എങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതും ഏതൊക്കെ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തു എന്ന് അവിടെ മനസ്സിലാക്കി. ഇവിടെ ക്വാഡ്രിലാറ്ററലാണ്. ക്വാഡ്രിലാറ്ററൽ അറിയില്ലേ? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡഡ് ഫിഗർ, 4 സൈഡ് ഉള്ള രൂപങ്ങളാണ് ക്ലോസ്ഡ് ഫിഗർ. അപ്പോൾ 4 സൈഡ്സും ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി 4 ആംഗിൾസ് ഉണ്ടാവും, കൂടെ തന്നെ 2 ഡയഗണൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ മിനിമം 5 അളവുകൾ വേണം. 5 അളവുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ 4 സൈഡ്സും 1 ഡയഗണൽ ഉണ്ടെങ്കിൽ പറ്റും. 1 ഡയഗണൽ. അതുമല്ലെങ്കിൽ 4 സൈഡ്സ് പ്ലസ് 1 ആംഗിൾ. ഇതാണ് 4 സൈഡ്സിൻ്റെ കൂടെ ഇല്ല കോമ്പിനേഷൻ. 4 സൈഡ്സ് തന്നാൽ ഒന്നുകിൽ ഡയഗണൽ തന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ 4 സൈഡ്സിൻ്റെ കൂടെ ആംഗിൾ തന്നിട്ടുണ്ടാവണം. 5 മെഷറായില്ലേ? ഈ രീതിയിൽ നമുക്ക് ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. കൺസ്ട്രക്ഷൻ പിന്നീട് പറയാം. പിന്നെ ഉള്ളത് 3 സൈഡ്സും 2 ഡയഗണൽസ്, അപ്പോഴും 5 മെഷർമെൻ്റ്. ഓക്കെ, പിന്നെ 3 സൈഡ്സും 2 ആംഗിൾസ്. പിന്നീട് വരുന്നത് 2 സൈഡ്സും 3 ആംഗിൾസ്. അങ്ങനെ 5 രീതിയിലാണ് ഒരു ഓർഡിനറി ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് ഓർഡിനറി ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ഷനാണ്. 4 സൈഡ്സ് പ്ലസ് 1 ഡയഗണൽ, ഓർ 4 സൈഡ്സ് പ്ലസ് 1 ആംഗിൾ, 3 സൈഡ്സ് പ്ലസ് 2 ഡയഗണൽസ്, ഓർ 3 സൈഡ്സ് പ്ലസ് 2 ആംഗിൾസ്. ഒന്നുകൂടിയുണ്ട്, 2 സൈഡ്സ് പ്ലസ് 3 ആംഗിൾസ്. അപ്പോൾ ഇങ്ങനെ 5 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 5 തരത്തിലാണ് ഓർഡിനറി കൺസ്ട്രക്ഷൻ, ഓർഡിനറി ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ഷൻ. പിന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. അത് നിങ്ങൾ 7th വരെ പഠിച്ചിട്ടുണ്ടാവും. പാരലോഗ്രാം ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ സ്പെഷ്യൽ ടൈപ്പാണ്. അതുപോലെ റോംബസ്, പിന്നെ ട്രപ്പീസിയം, കൈറ്റ്, അങ്ങനെയുള്ളതെല്ലാം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററലാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഈ 5 മെഷർമെൻറ്റ് വേണമെന്നില്ല. 5ൽ കുറവ് മെഷർമെൻറ്റ് ഉണ്ടായാലും അത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കറിയാം. അത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട്, ഇപ്പോൾ പാരലോഗ്രാം കൺസ്ട്രക്ഷനാണ്, പാരലോഗ്രാം എന്നുള്ള അതിൻ്റെ ഫീച്ചർ വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അതിന് 5 മെഷർമെൻറ്റ് വേണമെന്നില്ല, 3 മെഷർമെൻറ്റ് ഉണ്ടായാലും പറ്റും. ഞാനിപ്പോൾ പറഞ്ഞ ഓർഡിനറി ക്വാഡ്രിലാറ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ് ആദ്യം പറഞ്ഞത്. 5 വ്യത്യസ്ത രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റ് ബുക്കിൽ കാണില്ല ചിലപ്പോൾ. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വേറൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എടുത്താൽ മതി ഇത്. ഒന്നാമത്തെ ഞാൻ പറയുന്നത് കൺസ്ട്രക്ട് എ ക്വാഡ്രിലാറ്ററൽ വെൻ 4 സൈഡ്സ് ആൻഡ് 1 ഡയഗണൽ. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ വിത്ത് 4 സൈഡ്സ് ആൻഡ് 1 ഡയഗണൽ. അതാണ് ആദ്യം പറയുന്നത്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. കൺസ്ട്രക്ട് എ ക്വാഡ്രിലാറ്ററൽ ABCD given that AB is equal to 5 cm, BC 4 cm, CD 4.5 cm, DA 3 cm and diagonal AC is equal to 4 cm. 4 സൈഡ്സും 1 ഡയഗണലാണ് തന്നിട്ടുള്ളത്. എപ്പോഴും കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ ആദ്യം ഒരു റഫ് ഫിഗർ വരക്കണം. ആ റഫ് ഫിഗർ
കറക്റ്റ് വരച്ചിട്ട് അതിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ കറക്റ്റ് ഫിഗർ ഫെയർ ഫിഗർ വരക്കുന്നത്. ഇവിടെ ഒരു റഫ് ഫിഗർ വരക്കാം ക്വാഡ്രിലാറ്ററൽ, എങ്ങനെയെങ്കിലും വരച്ചാൽ അത് റഫ് ഫിഗർ. അതിലൊരു ഡയഗണലിൻ്റെ മെഷർമെൻറ്റ് ഉണ്ട്. കൺസ്ട്രക്ഷൻ ABCD ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓർഡറിൽ ABCD മാർക്ക് ചെയ്യാം. ഇവിടെ AC എന്നുള്ള ഡയഗണലാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ AC എന്നുള്ള ഡയഗണൽ പറയുമ്പം ABCD AC എന്നുള്ള ഡയഗണൽ വരക്കണം. 4 സൈഡ് മാർക്ക് ചെയ്തിട്ടുള്ളത് AB is given as 5 cm, BC 4 cm, CD 4.5, CD അതിൽ പിന്നെ DA 3 cm, AC 4 cm. ഇതാണ് റഫ് ഫിഗർ, റഫ് സ്കെച്ച് ആദ്യം നമ്മൾ വരക്കണം. ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് കറക്റ്റ് വരക്കുന്നത്. അപ്പോൾ ഈ റഫ് ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും. നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ച ട്രയാങ്കുലർ കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഈ ട്രയാങ്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഞാനവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടില്ലേ. ഈ ABC എന്നുള്ള ട്രയാങ്കിൾ ആദ്യം കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ AC എന്നുള്ള സൈഡിൻ്റെ മുകളിൽ എഗെയിൻ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താലായി ഈ ഫിഗർ. എങ്ങനെ ഈ ABC എന്നുള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആദ്യം AB എന്നുള്ള സൈഡ് വരക്കണം. കറക്റ്റ് 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് AB എന്നുള്ള സൈഡ് സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വരക്കാം. AB 5 സെൻറ്റിമീറ്ററാണ്. ഞാനിപ്പോൾ സ്കെയിൽ എടുത്തിട്ട് വരക്കണം. നിങ്ങൾ കറക്റ്റ് 5 സെൻറ്റിമീറ്റർ അളന്ന് വരക്കാം. എന്നിട്ട് എയിൽ നിന്ന് സി, റഫ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് 4 സെൻറ്റിമീറ്റർ ആണ്. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ സി ആണ് കണ്ടുപിടിക്കുന്നത്. ഒരേ സമയത്ത് ബിയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ അകലത്തിലാണ്, എയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ അകലത്തിൽ. അപ്പോൾ എയിൽ കോമ്പസിൽ നമ്മൾ മെഷർ ചെയ്യണം 4 സെൻറ്റിമീറ്റർ. എയിൽ കോമ്പസിൻ്റെ മോന എയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരക്കാം. എയിൽ വരക്കുന്ന ആർക്ക്. അതുപോലെ കോമ്പസ് ബിയിൽ ടച്ച് ചെയ്തിട്ട് വേറൊരു ആർക്ക് വരക്കാം. ഈ 2 ആർക്കും കൂട്ടിമുട്ടുന്ന സ്ഥലമായിരിക്കും സി. ഇപ്പോൾ സി കണ്ടുപിടിച്ചില്ല നമ്മൾ. ഒരേ സമയത്ത് എയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ അകലെയുള്ള ആർക്ക് വരച്ചു, അതുപോലെ ബിയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ അകലെയുള്ള ആർക്ക് വരച്ചു. ഈ 2 ആർക്ക് കൂട്ടിമുട്ടുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സി. അപ്പോൾ എന്തായി? ABC എന്ന് പറയുന്ന ഷെയ്ഡ് ഒന്നും വേണ്ട, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ റെഡി ആയില്ലേ. ഇനി ഡി എന്നുള്ള പോയിൻ്റ് കണ്ടുപിടിക്കണം. റഫ് ഫിഗറിൽ നോക്കിയാൽ മതി. ഡി എന്നുള്ള പോയിൻ്റ് എവിടെയുള്ളത്, അതിൻ്റെ സ്ഥാനം എവിടെ? AC എന്ന് പറയുന്ന ഡയഗണലിൻ്റെ എടുക്കുന്ന എയിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലത്തിലും സിയിൽ നിന്ന് 4.5 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. അപ്പോൾ കോമ്പസിലെടുക്കുക 3 സെൻറ്റിമീറ്റർ. അത് എയിൽ ടച്ച് ചെയ്തിട്ട് വരക്കണം. 3 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു ആർക്ക്. അതുപോലെ അതേ കോമ്പസിൽ 4.5 സെൻറ്റിമീറ്റർ എടുക്കുക. അത് സി കേന്ദ്രമായിട്ട് സിയിൽ വെച്ചിട്ട് വരക്കണം. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ഡി. 4th പോയിൻ്റായ ഡി കണ്ടുപിടിച്ചു. ഡിയിൽ നിന്ന് എയിലേക്ക് ജോയിൻ ചെയ്യുക, ഡിയിൽ നിന്ന് സിയിലേക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായി? ക്വാഡ്രിലാറ്ററൽ റെഡിയായി. ലാസ്റ്റ് മെഷർമെൻറ്റെല്ലാം അടയാളപ്പെടുത്തണം. ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 4.5 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. ഈ ഫിഗർ കറക്റ്റ് അല്ല, ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ തന്നു മാത്രം. കറക്റ്റ് ഫിഗർ നിങ്ങൾ സ്കെയില് കോമ്പസെല്ലാം യൂസ് ചെയ്തിട്ട് ഭംഗിയായിട്ട് വരക്കണം. റഫ് ഫിഗർ ആദ്യം വരച്ചാൽ അതിനുള്ളൊരു ഹെൽപ്പ് ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ 4 സൈഡ്സും 1 ഡയഗണലിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് construct a quadrilateral ABCD given that AB 2.5 cm, BC 3.5 cm, CD 4 cm, DA 5 cm, AC 6 cm. അപ്പോൾ നമ്മളൊരു റഫ് ഫിഗർ എങ്ങനെയെങ്കിലും ഒരു വരക്കാം. ക്വാഡ്രിലാറ്ററൽ റഫ് ഫിഗറാണ്. അത് ABCD എന്നാണ് പറഞ്ഞത്. അപ്പോൾ ABCD ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഒരേ ഓർഡറിൽ, ഒന്നുകിൽ എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ എല്ലാം റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് ABCD റഫ് ഫിഗറിൽ. അതിൽ AC എന്നുള്ള ഡയഗണലാണ് 6 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ AC വരച്ചിട്ട് അവിടെ 6 എന്ന് മാർക്ക് ചെയ്യാം. AB 2.5 ആണ്. ക്ലിയർ? BC 3.5, പിന്നെ CD 4 സെൻറ്റിമീറ്റർ, CD പിന്നെ DA 5.5 സെൻറ്റിമീറ്റർ.
ഇതാണ് റഫ് ഫിഗറിലെ മെഷർമെൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ റഫ് ഫിഗർ ആദ്യം വരക്കാം. ഇനി ഇതിൻ്റെ ഇത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഫിഗർ വരക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കിയാൽ ഈ ട്രയാങ്കിൾ ആദ്യം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഈ ട്രയാങ്കിളെ കൺസ്ട്രക്ഷൻ എങ്ങനെ 3 സൈഡ് 2.5 3.5 6 ആണ്. ഈ 3 സൈഡ് വെച്ചിട്ട് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം എ ബി എന്നുള്ള ലൈൻ വരച്ചു, കറക്റ്റ് സ്കെയിലിൽ മെഷർ ചെയ്തു. എ ബി സ്കെയിൽ ഉപയോഗിച്ചിട്ട് 2.5 മെഷർ ചെയ്തു. ഓക്കെ. പിന്നെ നമ്മൾ സി ആണ് കണ്ടുപിടിക്കുന്നത്. എ ബി സി ആണ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ സി ഇല്ലേ, മൂന്നാമത്തെ പോയിൻ്റായ സി കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിയാൽ അതിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി. എയിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ അകലത്തിലാണത്. അതിൽ ബിയിൽ നിന്ന് 3.5 സെൻറ്റിമീറ്റർ അകലത്തിൽ. ഇപ്പോൾ കോമ്പസ് വേണം. ഒരേ സമയത്ത് എയിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ അകലത്തിലും ബിയിൽ നിന്ന് 3.5 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള ഒരു പോയിൻറ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ കോമ്പസ് ഉപയോഗിച്ചേ വരക്കാൻ പറ്റും. കോമ്പസിൽ നമ്മൾ 6 സെൻറ്റിമീറ്റർ അളന്നെടുത്താൽ അത് എയിൽ കുത്തിയിട്ട് എയിൽ ഫിക്സ് ചെയ്തിട്ട് ഒരു ആർക്ക് വരക്കാം. എയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചാൽ ഇത് എ സെൻറ്ററായിട്ട് വരക്കുന്നതാണ്. അത് ഇനി 3.5 സെൻറ്റിമീറ്ററിലേക്ക് കോമ്പസ് എടുത്തിട്ട് 3.5 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നുണ്ടെങ്കിൽ ബിയിൽ ടച്ച് ചെയ്തിട്ട് മറ്റൊരു ആർക്ക്. ഈ 2 ആർക്ക് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. അതാണ് നമ്മുടെ സി. സി കിട്ടിക്കഴിഞ്ഞാൽ സിയിൽ നിന്ന് എയിലേക്ക് കണക്ട് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് സിയിൽ നിന്ന് ബിയിലേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ട്രയാങ്കിൾ റെഡിയായി. ഷെയ്ഡ് ചെയ്യുന്ന വേണ്ട, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വേറെ ട്രയാങ്കിളാണ് വരുന്നത്. അതിൻ്റെ ഒരു സൈഡാണ് എ സി. ക്ലിയർ? റഫ് ഫിഗറിൽ ഡി എങ്ങനെ കണ്ടുപിടിക്കലോ നോക്കാം. ഡിയുടെ സ്ഥാനം എയിൽ നിന്ന് 5.5 സെൻറ്റിമീറ്റർ അകലത്തിലും സിയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. ഇതുപോലെ കോമ്പസ് ഉപയോഗിച്ചിട്ട് വരച്ചൂടെ. 5.5 സെൻറ്റിമീറ്റർ കോമ്പസിൽ അളന്നെടുക്കുക, അത് എയിൽ കുത്തിയിട്ട് ആർക്ക് വരക്കുക. അപ്പോൾ എയിൽ നിന്ന് 5.5 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള ഒരുപാട് ബിന്ദുക്കളെ ഇടാം. ഒരുപാട് ബിന്ദുക്കളുണ്ട്, പോയിൻറ്റ്സ് ഉണ്ട്. ഇനി അതുപോലെ സിയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. അപ്പോൾ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ അളന്നിട്ട് അത് സിയിൽ കുത്തിയിട്ട് വരച്ചാൽ അത് ഇവിടെ കട്ട് ചെയ്യും. അപ്പോൾ ഡി എന്നുള്ള പോയിൻ്റ് കിട്ടി. ഡി എയിലേക്ക് യോജിപ്പിച്ചു, സിയിലേക്ക് യോജിപ്പിച്ചു. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ കറക്റ്റ് വന്നില്ലേ. ഇത് 4.4, ഇത് 5.5, ഇത് 6 സെൻറ്റിമീറ്റർ. ഇങ്ങനെ എല്ലാ മെഷർമെൻറ്റും കൊടുത്താൽ ഷെയ്ഡ് ചെയ്യണമെന്നില്ല. ഷെയ്ഡ് ചെയ്യാൻ പാടില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ 4 സൈഡ്സും ഒരു ഡയഗണലും തന്നാൽ കോൺസ്ട്രക്ഷനാണെന്ന് പറഞ്ഞത്. അതിനെപ്പോഴും ഒരു ട്രയാങ്കിളാണ് ആദ്യം വരക്കേണ്ടത്. അതിനോടനുബന്ധിച്ച് വേറൊരു ട്രയാങ്കിൾ. അപ്പോൾ മൊത്തത്തിൽ ക്വാഡ്രിലാറ്ററൽ കിട്ടും. ഇപ്പോൾ 2 എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്തു. ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. കൺസ്ട്രക്ട് എ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. എ ബി 4 സെൻറ്റിമീറ്റർ, ബി സി 4 സെൻറ്റിമീറ്റർ, സി ഡി 4.5 സെൻറ്റിമീറ്റർ, ഡി എ 5 സെൻറ്റിമീറ്റർ, ബി ഡി 5.5 സെൻറ്റിമീറ്റർ. പിന്നെ മെഷർ എ സി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്. 4 സൈഡ് എ ബി സി ഡി ആണ് വെർട്ടീസസ്. എ ബി സി ഡി. ബി ഡി എന്നുള്ള ഡയഗണലാണ് തന്നിട്ടുള്ളത്. ബി ഡി അത് 5.5 ആണ്. അത് റഫ് ഫിഗറിൽ മാർക്ക് ചെയ്തു. പിന്നെ സൈഡ്സായിട്ട് തന്നിട്ടുള്ളത് എ ബി 4 സെൻറ്റിമീറ്റർ, ബി സി 4 സെൻറ്റിമീറ്റർ, സി ഡി 4.5, പിന്നെ ഡി എ 5 സെൻറ്റിമീറ്റർ, ഡി എ 5 സെൻറ്റിമീറ്റർ ആയില്ലേ. അപ്പോൾ 4 സൈഡും ഒരു ഡയഗണലും. നേരത്തെ വരച്ചത് എ സി എന്നുള്ള ഡയഗണലാണ്. ഇപ്രാവശ്യം ഡി ബി എന്നുള്ള ഡയഗണലാണ് തന്നിട്ടുള്ളത്. എന്തായാലും 4 സൈഡ്സും 1 ഡയഗണലുമാണ്. അപ്പോൾ ഇതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് റഫ് ഫിഗറാണ്. ഈ റഫ് ഫിഗർ ആദ്യം നമ്മൾ വരച്ചിട്ട് ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് കറക്റ്റ് ഫിഗർ വരക്കുന്നത്. അപ്പം നമുക്ക് എ ബി ആണ് നമ്മൾ ഫസ്റ്റ് ലൈൻ വരക്കുന്നുണ്ടെങ്കിൽ എ ബി ഡി എന്നുള്ള ട്രയാങ്കിളാണ് ആദ്യം വരക്കുക. എ ബി സൈഡായിട്ട് വരുന്ന ട്രയാങ്കിൾ എ ബി ഡി ആണ്. അപ്പോൾ എ ബി ഡി വരക്കണമെങ്കിൽ ആദ്യം സ്കെയിൽ എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ എ ബി വരക്കാം അല്ലേ. 0-ൽ നിന്ന് തുടങ്ങി 4-ലേക്ക്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള എ ബി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റ് കിട്ടും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സി എന്ന ബിന്ദു കണ്ടുപിടിക്കാൻ എ ബി ഉപയോഗിച്ചിട്ടാവില്ല. എ ബി എന്നുള്ള സൈഡ് വെച്ചാൽ യൂസ് ചെയ്താൽ ഏത് ഡി എന്നുള്ള ബിന്ദു പോയിൻ്റേ കണ്ടുപിടിക്കാനാവില്ല. കാരണം എ ബിയിൽ എയും ബി ആണുള്ളത്. എയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലത്തിലും ബിയിൽ നിന്ന് 5.5 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഡി.
അപ്പോൾ ഡി ആദ്യം കണ്ടുപിടിക്കുക. ആ ഡി കണ്ടുപിടിച്ചതിന് ശേഷം എ ബി ഡി എന്നുള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. പിന്നെയാണ് നമ്മൾ സിയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഡി കണ്ടുപിടിക്കാം? എ കേന്ദ്രമായിട്ട് ആർക്ക് വരക്കുന്നുണ്ടെങ്കിൽ അത് 5 സെൻറ്റിമീറ്ററിൽ വരക്കണം. ഓക്കെ, ബി സെൻറ്ററായിട്ട് വരക്കുന്നുണ്ടെങ്കിൽ 5.5 സെൻറ്റിമീറ്ററിൽ. രണ്ടും കൂട്ടിമുട്ടിയില്ലേ? ഇതാണ് ഡി. 4ാമത്തെ വെർട്ടെക്സായ ഡി ഇതാണ്. ഡി കിട്ടിയാൽ ഉടനെ എയിലേക്ക് കണക്ട് ചെയ്തു, ബിയിലേക്കും കണക്ട് ചെയ്തു. അപ്പോൾ ഇത് 5.5 സെൻറ്റിമീറ്റർ ആണ്. ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് ഫസ്റ്റിൽ വരച്ച് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ കിട്ടി. ഷെയ്ഡ് ചെയ്യേണ്ട, ഞാൻ ട്രയാങ്കിൾ കിട്ടി. ഫസ്റ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഇതിനോടനുബന്ധിച്ച് വേറൊരു ട്രയാങ്കിളാണ്. അത് റഫ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ബി ഡി എന്ന് പറയുന്ന ഈ ഡയഗണലിൽ നിന്ന് ഡിയിൽ നിന്ന് 4.5 സെൻറ്റിമീറ്റർ അകലത്തിലാണ് സി ഉള്ളത്, ബിയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ അകലത്തിൽ. അപ്പോൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഡി സെൻറ്ററായിട്ട് വരക്കുന്നുണ്ടെങ്കിൽ 4.5 സെൻറ്റിമീറ്ററിലുള്ള ആർക്ക് വരച്ചു. ഈ ആർക്കിൽ എവിടെയാണുള്ളത്? നമ്മളുടെ സി. കറക്റ്റായിട്ട് പറഞ്ഞാൽ ബിയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ അളന്നെടുത്തിട്ട് ബിയിൽ കുത്തിയിട്ട് വരച്ചാൽ അത് ഒരു പോയിന്റിൽ കട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ സി. സി കിട്ടിയല്ലോ. അപ്പോൾ ബിയിലേക്ക് കണക്ട് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് ഡിയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ 4.5 ഇത്, ഇതും 4ആണ്. അപ്പോൾ നമ്മൾക്ക് ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളിത് ഷെയ്ഡ് ചെയ്യണമെന്നില്ല, ഞാൻ കൂടെ പറഞ്ഞു. ഷെയ്ഡ് ചെയ്തത് ഫസ്റ്റ് ഈ ട്രയാങ്കിളാണ് വരക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഷെയ്ഡ് ചെയ്യാൻ വേണ്ട. ഇനി വേറൊരു കാര്യം പറയേണ്ടത്, എല്ലാവരും ചില കുട്ടികൾ ചെയ്യലുണ്ട്, എല്ലാം കൺസ്ട്രക്റ്റ് ചെയ്തിട്ടാകുമ്പോൾ ഈ ബാക്കിയിൽ ഇതെല്ലാം മായ്ച്ച് കളയലുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബാക്കി അധികം നിൽക്കുന്ന ആർക്കൊന്നും മായ്ച്ച് കളയാൻ പാടില്ല. അതൊക്കെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമാണ്. അതൊന്നും മായ്ച്ച് കളയണ്ട. ഓക്കെ, അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യനും ചെയ്തു. ഇതിൽ വരച്ചതിന് ശേഷം എ സി അളന്ന് നോക്കാൻ പറഞ്ഞു. അത് സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയാൽ മതി. എ സി എത്രയുണ്ടെന്ന് എ സി കൂടി അളന്നിട്ട് അതിൽ എഴുതിയാൽ മതി. എ സി ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടുന്നത് വെച്ചാൽ അത്രയും സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെച്ചാൽ മതി. ക്ലിയർ? 3 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടുന്നു എന്ന് കരുതുന്നു. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ അല്ല ഇത്. ഞാൻ സാമ്പിൾ ക്വസ്റ്റ്യൻസ് വെറുതെ എടുത്തതാണ്. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വേറൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇൻട്രൊഡക്ഷൻ. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. കൺസ്ട്രക്ട് എ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി given that BC is equal to CD is equal to 4 centimeter, AB is equal to AC is equal to 6.5 centimeter and AD is equal to 3.5. Measure BD. ഇതാണ് ക്വസ്റ്റ്യൻ. എന്തായാലും ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ആണ് പറഞ്ഞത്. റഫായിട്ടൊരു എ ബി സി ഡി വരച്ചു. ഓക്കെ, എങ്ങനെയെങ്കിലും എ ബി സി ഡി മാർക്ക് ചെയ്താൽ ആയി. അതിൽ ബി സിയും സി ഡിയും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ബി സി ആൻഡ് സി ഡി ഈക്വൽ, ഈച്ച് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് എ ബിയും എ സിയും ഈക്വൽ ആണ്. എ ബി ആൻഡ് എ സി ഈക്വൽ. എ ബിൻ്റെ അതേ മെഷർമെൻറ്റാണ് എ സി. ഈച്ച് ഈക്വൽസ് 6.5. ഓക്കെ, എ ഡി 3.5, ഇത് 3.5. ഇതാണ് റഫ് ഫിഗർ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് റഫ് ഫിഗർ വരക്കാൻ അറിയാം. ഒന്നുമില്ല, ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി പറഞ്ഞാൽ 4 സൈഡിലുള്ള ഒരു രൂപം വരക്കാം. അതിൽ മെഷർമെൻറ്റെല്ലാം മാർക്ക് ചെയ്യാം. ഇനി ഇത് റഫ് ഫിഗർ ആയിട്ട് ഇതിൻ്റെ കൃത്യമായിട്ടുള്ളത് എങ്ങനെ വരക്കുക? ആ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലായി. ഒരു ട്രയാങ്കിൾ ആദ്യം എങ്ങനെ വരക്കാൻ നോക്കിയാൽ മതി. നമ്മൾ എ ബി എന്നാണ് ബേസ്. എ ബി ബേസ് അല്ലാടാ. എ ബി സൈഡായിട്ട് വരുന്ന ട്രയാങ്കിൾ എ ബി സി എങ്ങനെയെങ്കിലും വരക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. അതിനൊരു പണിയില്ല. 6.5 നീളത്തിൽ എ ബി എന്നുള്ള ലൈൻ വരച്ചു, ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. 6.5 സ്കെയിൽ വെച്ചിട്ട് 0യിൽ നിന്ന് 6.5 0.5 എടുക്കാനാവില്ലേ? ബിറ്റ്വീൻ 6 and 7 മിഡിൽ പോയിൻ്റാണ്. 6.5 സെൻറ്റിമീറ്റർ. ഓക്കെ, എന്നിട്ട് സി എങ്ങനെ കണ്ടുപിടിക്കില്ല? നമുക്കതിന് സി എന്നുള്ള വെർട്ടെക്സാണ് വേണ്ടത്. അപ്പോൾ എയിൽ നിന്ന് 6.5 സെൻറ്റിമീറ്റർ അകലത്തിൽ തന്നെ അതേ കോമ്പസിലെടുക്കാം. ഓൾറെഡി എ ബി ഉണ്ട്. എയിൽ നിന്ന് 6.5 സെൻറ്റിമീറ്ററിലുള്ള ഒരു ആർക്ക് വരച്ചു. ആർക്ക് പിന്നെ 4 സെൻറ്റിമീറ്റർ അകലത്തിൽ വേറൊരു ആർക്ക്. ആ ആർക്ക് തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് പോയിൻ്റാണ് സി. സി കിട്ടിയാൽ ഇത് ജോയിൻ ചെയ്യാം. അങ്ങനെ ഈ ട്രയാങ്കിൾ കറക്റ്റ് റെഡിയായി. ഓക്കെ, എ ബി സി എന്നുള്ള ട്രയാങ്കിൾ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഡി എന്നുള്ള പോയിൻ്റാണ്. അത് റഫ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. എവിടെയാണ് ഡിയുടെ പൊസിഷൻ? സിയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ അകലത്തിലും എയിൽ നിന്ന് 3.5 സെൻറ്റിമീറ്റർ അകലത്തിലും. അപ്പോൾ
4 സെൻറ്റിമീറ്റർ അകലത്തിൽ സി കേന്ദ്രമായിട്ടൊരു ആർക്ക് വരച്ചു. 3.5 സെൻറ്റിമീറ്റർ അകലത്തിൽ എ കേന്ദ്രമായിട്ട് ഒരു ആർക്ക് വരച്ചു. 2 ആർക്കും ടച്ച് ചെയ്യും. അത് ഡി എന്നുള്ള പോയിൻ്റ് അത് ജോയിൻ ചെയ്താൽ കിട്ടി. ക്വാഡ്രിലാറ്ററൽ ABCD കിട്ടി. ഓക്കെ, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ കൃത്യമായിട്ട് അളവോട് കൂടി വരച്ചാൽ മതി. വരച്ച് നോക്കിയാൽ മതി. എളുപ്പമാണിത്. ഇനി ഇപ്പോൾ പറഞ്ഞത് കൺസ്ട്രക്ഷനെല്ലാം 4 സൈഡ്സും ഒരു ഡയഗണലും തന്നിട്ടുള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 4 സൈഡ്സും ഡയഗണൽ തരുന്നില്ല, അതിന് പകരം 4 സൈഡ്സും 1 ആംഗിളാണ് തരുന്നത്. അതാണ് അടുത്ത ടൈപ്പ്, സെക്കൻഡ് പറയുന്നത്. 4 സൈഡ്സ് ആൻഡ് 1 ആംഗിൾ. ഇതെങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ നോക്കാം. 5 മെഷർമെൻറ്റ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ക്വാഡ്രിലാറ്ററലിൻ്റെ കൺസ്ട്രക്ഷനിൽ 5 മെഷർമെൻറ്റ്സ് തന്നിട്ടില്ല. രണ്ടാമത്തെ ടൈപ്പാണിത്, 4 സൈഡ്സും 1 ആംഗിളും. നോക്കാം, ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൺസ്ട്രക്റ്റ് എ ക്വാഡ്രിലാറ്ററൽ ABCD. അപ്പോൾ റഫ് ഫിഗർ ABCD വെറുതെ വരച്ചു. ABCD. ക്വസ്റ്റ്യൻ ഇതാണ്, കൺസ്ട്രക്റ്റ് എ ക്വാഡ്രിലാറ്ററൽ ABCD given that AB is equal to 4 cm, BC is equal to 3 cm, AD is equal to 3.5 cm, diagonal AC is equal to 5 cm, and diagonal 1 minute, diagonal അല്ല, ഓക്കെ, ഇത് 2 ഡയഗണൽസ് ആണ്. ഡയഗണൽ DB is equal to 6 cm. ഇതിപ്പോൾ 4 ആംഗിൾസും 2 ആംഗിൾസും 3 ആംഗിൾസ് ആൻഡ് 2 ഡയഗണൽസിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് മാറിപ്പോയി, ക്വസ്റ്റ്യൻ തന്നത് മാറിപ്പോയി, കുഴപ്പമില്ല. കൺസ്ട്രക്റ്റ് എ ക്വാഡ്രിലാറ്ററൽ വെൻ 3 സൈഡ്സ് ആൻഡ് 2 ഡയഗണൽസിൻ്റെ ക്വസ്റ്റ്യൻ ആയിപ്പോയി. സാറില്ല, ഇത് വരക്കാം. അപ്പോൾ പിന്നെ കൺസ്ട്രക്റ്റ് എ ക്വാഡ്രിലാറ്ററൽ ABCD, AB 4 cm, BC 3 cm, AD 3.5 cm, AC 5 cm, ആൻഡ് DB എന്നുള്ള ഡയഗണൽ 6 cm. ഓക്കെ, 2 ഡയഗണൽസും 3 സൈഡ്സും ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരക്കാം? നമ്മൾക്ക് റഫ് ഫിഗറാണിത്. ഈ റഫ് ഫിഗർ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ആദ്യം ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ വരക്കണമെങ്കിൽ ആദ്യം ട്രയാങ്കിൾ വരച്ചാൽ മതി. ഇപ്പോൾ AB ബേസ് ആയിട്ട് എടുക്കാം. AB ബേസ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരക്കാം. നമുക്കറിയാം ABC ഉണ്ട്. ഒന്നുകിൽ ABC വരക്കാം, അല്ലെങ്കിൽ ABD വരക്കാം. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ആദ്യം വരച്ചാൽ മതി. ABC വരക്കാം, D ആടെ നിൽക്കട്ടെ. ABC എന്നുള്ള ട്രയാങ്കിൾ ആദ്യം വരക്കുന്നുണ്ടെങ്കിൽ 4 cm ലൈനിലുള്ളൊരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. അതിന് 4 cm ആണ്. എയിൽ കോമ്പസ് വെച്ചിട്ട് 5 cm ഡിസ്റ്റൻസിൽ ആർക്ക് വരച്ചു. ബിയിൽ കോമ്പസ് ഫിക്സ് ചെയ്തിട്ട് 3 cm ഡിസ്റ്റൻസിൽ വേറൊരു ആർക്ക്. 2 ആർക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് C. സിയിൽ നിന്ന് എയിലേക്കും കണക്ട് ചെയ്തു സ്കെയിൽ വെച്ചിട്ട്, സിയിൽ നിന്ന് ബിയിലേക്കും കണക്ട് ചെയ്തു സ്കെയിൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് 3 cm ആണ് നമ്മൾ വരച്ചത്. ഇത് 5 cm ആയില്ലേ? ABC എന്നുള്ള ട്രയാങ്കിൾ റെഡി ആയില്ലേ? റെഡിയായി. ഇനി നമ്മൾക്ക് വേണ്ടത് D എന്നുള്ള പോയിൻ്റാണ്. ഈ D എന്നുള്ള പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എയിൽ നിന്ന് ഒരു കുഴപ്പമില്ല. എയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിലില്ല, റഫ് ഫിഗറിലില്ല. എയിൽ നിന്ന് ഡിയിലേക്കുള്ള മെഷർമെൻറ്റ് ഇല്ല, അത് തന്നിട്ടില്ല. പക്ഷേ ബിയിൽ നിന്നും സിയിൽ നിന്നും കാണിക്കുന്നുണ്ട്. ബിയിൽ നിന്ന് 6 cm അകലത്തിലാണുള്ളത്. അതുപോലെ സിയിൽ നിന്ന് 3.5 cm. നമുക്ക് ബിയും സിയും ഇല്ലേ? അപ്പോൾ ബിയിൽ നിന്ന് 6 cm അകലത്തിലുള്ള ആർക്ക് വരക്കാം. ബി കേന്ദ്രമാക്കിയിട്ട് 6 cm അകലെയുള്ളൊരു ആർക്ക് വരച്ചാൽ ഇതിലെവിടെയാണുള്ളത്? ഡി. ഇനി സി ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. സിയിൽ നിന്ന് 3.5 cm ആണ്. അപ്പോൾ 3.5 cm കോമ്പസിലെടുത്തിട്ട് സി കേന്ദ്രമാക്കിയിട്ട് വേറൊരു ആർക്ക്, ഇത് കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഡി. അപ്പോൾ ഇത് ഡി കിട്ടിയാൽ എയിലേക്കും കണക്ട് ചെയ്തു, സിയിലേക്കും കണക്ട് ചെയ്തു. ഇത് 3.5 cm മാർക്ക് ചെയ്യാം. ഇത് 6 cm. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ നമ്മൾ വരച്ചു. 2 ഡയഗണലും 3 സൈഡ്സും തന്നിട്ടുള്ള ട്രയാങ്കിളാണ് ഇത്. ക്ലിയർ? ഇനി ഇതിൻ്റെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക്, ഇതിപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. കൺസ്ട്രക്റ്റ് എ ക്വാഡ്രിലാറ്ററൽ ABCD. അപ്പോൾ ABCD
എ റഫ് ഫിഗറാണിത് എ ബി സി ഡി കൺസ്ട്രക്ട് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഗിവൺ ദാറ്റ് എ ബി 3.5 ഇത് 3.5 ബി സി 5 സെൻറ്റിമീറ്റർ സി ഡി 4.5 സെൻറ്റിമീറ്റർ എ സി 5 സെൻറ്റിമീറ്റർ അപ്പോൾ എ സി വരക്കണം 5 സെൻറ്റിമീറ്റർ ഡി ബി 6 സെൻറ്റിമീറ്റർ ഇത് 6 സെൻറ്റിമീറ്റർ ക്ലിയർ രണ്ട് ഡയഗണലും 3 സൈഡ്സ് ഇപ്പോൾ പറഞ്ഞ പോലെ വരച്ചൂടെ 3.5 സെൻറ്റിമീറ്റർ അകലത്തിൽ എ ബി വരച്ചു 3.5 സെൻറ്റിമീറ്റർ എ ബി വരച്ചു ഇനി സി കണ്ടുപിടിക്കണം സിയുടെ പൊസിഷൻ റഫ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും എ ബി വരച്ചു കഴിഞ്ഞാൽ എയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലത്തിലും ബിയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലത്തിലാണ് അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്നുള്ളത് കോമ്പസിൽ അളന്നെടുത്തിട്ട് എ കേന്ദ്രമാക്കിയിട്ട് വരക്കുക ആർക്ക് ബി കേന്ദ്രമായും ആർക്ക് വരച്ചു ഇത് ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് സി സി കിട്ടിയാൽ എയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു ബിയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു 5 സെൻറ്റിമീറ്റർ ഹിയർ ഓൾസോ 5 സെൻറ്റിമീറ്റർ അപ്പോൾ എ ബി സി എന്നീ ട്രയാങ്കിൾ റെഡിയായി ഇനി അങ്ങനെ ഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് റഫ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഡി കണ്ടുപിടിക്കാൻ എയിൽ നിന്ന് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ബിയിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ അകലത്തിലാണ് സിയിൽ നിന്ന് 4.5 സെൻറ്റിമീറ്റർ അകലത്തിൽ അപ്പോൾ ബിയും സിയും ഉപയോഗിച്ചിട്ട് നമുക്ക് ഡി കണ്ടെത്താം അപ്പോൾ കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്താൽ ബി കേന്ദ്രമാക്കിയിട്ട് ബിയിൽ കുത്തിയിട്ട് നമുക്കൊരു ആർക്ക് വരക്കാം അപ്പോൾ ഈ ആർക്കിൽ എവിടെയാണുള്ളത് ഡി കറക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ സിയിൽ നിന്ന് 4.5 സെൻറ്റിമീറ്റർ പറയുന്നുണ്ട് റഫ് ഫിഗറിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് അത് സിയിൽ നിന്ന് 4.5 സെൻറ്റിമീറ്റർ അകലത്തിലാണ് അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് സി കേന്ദ്രമാക്കിയിട്ട് ഒരു ആർക്ക് വരക്കാം രണ്ട് ആർക്കും ഒരു പോയിന്റിൽ ടച്ച് ചെയ്യും ഇൻ്റർസെക്റ്റ് ചെയ്യും അതാണ് ഡി ഡി എയിലേക്ക് യോജിപ്പിക്കുക സിയിലേക്ക് യോജിപ്പിക്കുക അപ്പോൾ ഇത് 4.5 സെൻറ്റിമീറ്റർ നേടണം ഇത് വരച്ചിട്ട് 6 സെൻറ്റിമീറ്റർ നേടണം അപ്പോൾ ആയി കൺസ്ട്രക്ഷൻ റെഡിയായി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബാക്കി ഭാഗം ഒന്നും മായ്ക്കാൻ പാടില്ല അതൊക്കെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമാണ് അങ്ങനെ വെക്കണം സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ എല്ലാം എഴുതണം പിന്നെ എല്ലാം പെൻസിൽ കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത് കാര്യമായിട്ട് പറയേണ്ടത് അതെല്ലാം പെൻസിൽ കൊണ്ടാണ് ചെയ്യേണ്ടത് ഒന്നും പെന്നോ കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല റഫ് സ്കെച്ച് ആയാലും ഫെയർ സ്കെച്ച് ആയാലും എല്ലാം പെൻസിൽ കൊണ്ട് തന്നെ ചെയ്യും റഫ് ഫിഗർ വരച്ചിട്ട് അവിടെ റഫ് എന്ന് എഴുതി വെക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും ഉറപ്പാണ് വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ 3 സൈഡ്സും 2 ഡയഗണൽസും കൺസ്ട്രക്ട് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എ ബി സി ഡി ഇൻ വിച്ച് എ ബി 4 സെൻറ്റിമീറ്റർ ബി സി 4.5 സെൻറ്റിമീറ്റർ എ ഡി 4 സെൻറ്റിമീറ്റർ എ സി 6 സെൻറ്റിമീറ്റർ ആൻഡ് ബി ഡി 6.5 ഇതിലും അങ്ങനെ 3 സൈഡും 2 ഡയഗണലുമാണ് തന്നിട്ടുള്ളത് എ സി എന്നുള്ള ഡയഗണലും ഡി ബി എന്നുള്ള ഡയഗണലും എ ബി 4 ആണ് ബി സി 4.5 എ ഡി 4 പിന്നെ എ സി 6 ടോട്ടൽ എ സി 6 പിന്നെ ഇത് 6.5 ഇതാണ് റഫ് ഫിഗർ നോക്കി നമുക്ക് വരക്കാം ഫസ്റ്റ് എ ബി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റ് വരച്ചു കറക്റ്റ് 4 സെൻറ്റിമീറ്റർ അളന്നിട്ട് സ്കെയിലും പെൻസിലും എടുത്തിട്ട് വരച്ചു എ ബി ഇനി നമുക്ക് സി എന്നുള്ള പോയിൻ്റോ ഡി എന്നുള്ള പോയിൻ്റോ കണ്ടുപിടിക്കാം സി കണ്ടുപിടിക്കുന്നതായിരിക്കും സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത് ബിയിൽ നിന്ന് 4.5 സെൻറ്റിമീറ്ററും എയിൽ നിന്ന് 6 സെൻറ്റിമീറ്ററുമാണ് അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ബി സെൻറ്ററാക്കിയിട്ട് ആർക്ക് വരച്ചു 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എ കേന്ദ്രമാക്കിയിട്ടും വരച്ചു രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്താൽ സി കിട്ടി എ സി യോജിപ്പിച്ച് വരച്ചു ബി സി യോജിപ്പിച്ച് വരച്ചു ഇത് 4.5 സെൻറ്റിമീറ്റർ ഇത് 6 സെൻറ്റിമീറ്റർ അപ്പോൾ ട്രയാങ്കിൾ കിട്ടി എ ബി സി കിട്ടി ഇനി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് റഫ് ഫിഗർ നോക്കുക ഡിയുടെ പൊസിഷൻ എവിടെ ഡി ബിയിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ 6 എന്നുള്ളത് ബിയിൽ നിന്ന് 6.5 ബിയിൽ നിന്ന് 6.5 ഡിസ്റ്റൻസിലാണ് അപ്പോൾ ആ ബി സെൻറ്റർ ആക്കിയിട്ട് 6.5 ഒരു ആർക്ക് വരക്കണം ആർക്ക് വരച്ചു പിന്നെ എയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ എ കേന്ദ്രമാക്കിയിട്ട് 4 സെൻറ്റിമീറ്ററിൽ വേറൊരു ആർക്ക് അതാണ് ഡി അപ്പോൾ ഡി കിട്ടിയാൽ എയിലേക്കും സിയിലേക്കും കണക്ട് ചെയ്ത് കൊടുത്തു ഓക്കെ 4 സെൻറ്റിമീറ്റർ എന്ന് ഇവിടെ എഴുതണം ഇത് പിന്നെ 6.5 എന്ന് എഴുതണം കിട്ടില്ലേ ക്വാഡ്രിലാറ്ററൽ കിട്ടി അപ്പം ഇവിടെ വരച്ചത് 3 സൈഡ്സും 2 ഡയഗണലും വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തത്
ശ്രദ്ധിക്കണം. റഫ് ഫിഗർ ആദ്യം വരച്ചിട്ട് മെഷർമെൻറ്റുകൾ അടയാളപ്പെടുത്തി അതിൻ്റെ ഹെൽപ്പോട് കൂടിയ ഫെയർ ഫിഗർ വരക്കണ്ടു. ശ്രദ്ധിക്കുക, ഫുള്ള് പെൻസിൽ കൊണ്ട് തന്നെ വരക്കണം, വളരെ നീറ്റായിട്ട് വരക്കണം, ഫുൾ മാർക്ക് കിട്ടും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ ക്വാഡ്രിലാറ്ററൽ PQRS given that PQ is equal to 3 cm, RS is equal to 3.5 cm, PS 4 cm, PR 5 cm, QS 5 cm. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കൺസ്ട്രക്ട് PQRS. അപ്പം നമ്മൾ വെറുതെ ഒരു PQRS വെറുതെ വരക്കുന്നു. 4 സൈഡഡ് ഫിഗർ PQRS. എന്നിട്ട് PQ 3 ആണ്, RS 3.5, PS 4. ഇതിൽ റഫ് ഫിഗറാണ് വെറുതെ മാർക്ക് ചെയ്യുന്നത്. PR 5, PR 5, QS 5, QS 5 തന്നെ. ഓക്കെ, ഇത് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ചെയ്യുന്നതല്ലേ, PQ എന്നുള്ള സൈഡ് ആദ്യം വരച്ചു. PQ എത്ര? 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള PQ എന്നുള്ള ലൈൻ സെഗ്മെൻറ്റ് ഫസ്റ്റ് വരച്ചു സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട്. പിന്നെ ആ PQ എന്നുള്ള ലൈൻ വെച്ചിട്ട് നമുക്ക് ഏത് കണ്ടുപിടിക്കുക? റഫ് ഫിഗർ നോക്കിയാൽ മതി. PQ എന്നുള്ള ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് P എന്നും Q എന്നും എസ്സിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയാം, രണ്ടും ആറിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എസ് തന്നെ കണ്ടുപിടിക്കണം. ആറിലേക്കുള്ള ഇത് തരാത്തതുകൊണ്ട് നമുക്ക് എസ് ഒന്നിന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എസ് എന്നുള്ള പോയിന്റ് ഇടുന്ന പിയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് ആർക്ക് വരച്ചു. ക്യൂവിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്ററിൽ വേറൊരു ആർക്ക്. അപ്പോൾ അതാണ് എസ്. അപ്പോൾ ഇതും കണക്ട് ചെയ്തു, ഇതും കണക്ട് ചെയ്തു സ്കെയിൽ വെച്ചിട്ട് 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്റർ. ഓക്കെ, എസ് റെഡിയായി. ഇനി എസ്സും ക്യൂവും ഉപയോഗിച്ചിട്ട് ആറ് കണ്ടുപിടിക്കുക. എസ്സും ക്യൂ അല്ല, എസ്സും പിയും. എസ്സിൽ നിന്ന് 3.5 സെൻറ്റിമീറ്ററാണ് കാണുന്നത്, 3.5. അത് എസ്സിൽ നിന്ന്. അപ്പോൾ 3.5 സെൻറ്റിമീറ്റർ എസ് കേന്ദ്രമാക്കിയിട്ട് വരച്ചു ആർക്ക്. ഇനി പിയിൽ നിന്ന് വരക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ, പി കേന്ദ്രമാക്കിയിട്ട് 5 സെൻറ്റിമീറ്ററിൽ ആർക്ക് വരച്ചു. അതാണ് നമ്മുടെ 6 കിട്ടിയാൽ പിന്നെ ഈ പോയിൻറ്റും ഈ ലൈനും ഈ ലൈനും യോജിപ്പിച്ചാൽ മതി. ഇത് വരച്ചിട്ട് അവിടെ 5 സെൻറ്റിമീറ്റർ എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, PQRS എന്നുള്ള ക്വാഡ്രിലാറ്ററൽ റെഡി. ഒന്നുകൂടി ചെയ്യാം. കൺസ്ട്രക്ട് PQRS. PQ 5 cm, RS 4 cm, PS 8 cm, PR 10 cm and QS 7 cm. ഇപ്പോൾ PQRS എന്നുള്ള റഫ് ഫിഗറാണിത്. PQRS. അതിൽ 5 cm ആണ് PQ, RS 4 cm, PS 8 cm, PR 10 cm, QS 7 cm. വരക്കൂലേ? ഇതെങ്ങനെ വരക്കുക? PQ എന്നുള്ള ലൈൻ സെഗ്മെൻറ്റ് ആദ്യം വരച്ചു. PQ 5 cm സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വരച്ചു. നമുക്ക് ആറ് കണ്ടുപിടിക്കാനാവുക? PQ എന്നുള്ള ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആറ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടായില്ല. നമുക്ക് ഈ സൈഡ് ലഭ്യമല്ല, നോട്ട് അവൈലബിൾ. QR. അപ്പോൾ നമ്മൾ ആറിലേക്ക് പോകേണ്ട. ഇപ്പോൾ എസ് എങ്ങനെയും കണ്ടുപിടിക്കാം. എസ് കണ്ടുപിടിക്കൽ എങ്ങനെ? പിയിൽ നിന്ന് 8 സെൻറ്റിമീറ്ററിലാണുള്ളത്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് പി കേന്ദ്രമാക്കിയിട്ട് വരക്കണം. പി കേന്ദ്രമായിട്ട് വരച്ചു. പിന്നെ ക്യൂവിൽ നിന്ന് 7 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് ക്യൂ സെൻറ്റർ ആക്കിയിട്ടും വരച്ചു. ഈ പോയിൻ്റാണ് എസ്. അത് യോജിപ്പിക്കണം. അപ്പോൾ ഇത് 8ഉം ഇത് 7 സെൻറ്റിമീറ്ററാണ്. അത് എഴുതണം കൃത്യമായിട്ട്. ഇനി നമ്മൾക്ക് ആറാണ് വേണ്ടത്. 6 നമുക്ക് റഫ് ഫിഗർ നോക്കിയാൽ ഈ 6 എങ്ങനെ കണ്ടുപിടിക്കും? അത് പിയിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. ഇത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ PQ ഉപയോഗിച്ചിട്ട് വരക്കാം. പിയിൽ നിന്ന് 10 സെൻറ്റിമീറ്ററിലുള്ള ഒരു ആർക്ക് വരച്ചു, വലിയൊരു ആർക്ക്. പിയിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ. അതുപോലെ എസ്സിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ വേറൊരു ആർക്ക്. അപ്പോൾ അത് രണ്ടും ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് 6. അപ്പോൾ യോജിപ്പിച്ചാൽ അതില്ലേ ക്വാഡ്രിലാറ്ററൽ റെഡിയായി. നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. വളരെ കൃത്യമായിട്ട് സ്കെയിലും പെൻസിലും കോമ്പസും ഉപയോഗിച്ചിട്ട് വരക്കണം. ഓക്കെ, 2 ടൈപ്പിലുള്ള കൺസ്ട്രക്ഷനാണ് ഇപ്പം പറഞ്ഞത്. ക്വാഡ്രിലാറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ 5 ഓർഡിനറി ക്വാഡ്രിലാറ്ററിൽ 5 വ്യത്യസ്തമായ രീതിയിൽ വരക്കാൻ പറ്റും.
അത് 4 സൈഡ്സ് 1 ഡയഗണൽ, അതുപോലെ 3 സൈഡ്സും 2 ഡയഗണൽസുമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ 4 എക്സാമ്പിൾസും ചെയ്തു. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ സാമ്പിൾ ക്വസ്റ്റ്യൻസ് വെറുതെ തന്നേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ പിന്നെ ഈ 2 കൺസ്ട്രക്ഷൻ ഭംഗിയായിട്ട് വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് നോട്ട്ബുക്കിലായിട്ടും വരച്ച് നോക്കും. നിങ്ങൾ സ്വന്തം വരച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ച് പഠിക്കുക. 8 ക്വസ്റ്റ്യൻ ആയില്ലേ? ഞാൻ പറഞ്ഞ 5 വ്യത്യസ്തമായ രീതിയിൽ 2 ടൈപ്പ് വരച്ചിട്ടുണ്ട്. ബാക്കി 3 ടൈപ്പ് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത് കൃത്യമായിട്ട് വരച്ച് പഠിച്ചിട്ട് നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം. കമൻറ്റ് എന്തുണ്ടെങ്കിൽ അപ്പോൾ അറിയിക്കണം, അത് കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഇനിയും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പോർഷൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും അപ്പോൾ കണ്ടിട്ട് റിപ്ലൈ അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇത് ചെയ്ത് പഠിച്ച് ഭംഗിയാക്കിയിട്ട് റെഡിയായിട്ട് വാ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബാക്കി പോർഷൻ. ഗുഡ് ബൈ.